Hi everyone, welcome to Prep Academy. Today we are going to walk you through the step-by-step process to register on University of Mumbai website. Whether you are applying for undergraduate or postgraduate courses, this guide will make the registration super easy. Let's get started. Open your browser and go to the official University of Mumbai website. Click on New Registration if you are registering for the first time. If you have already created an account, just log in. Fill your basic details like your full name, mobile number, email ID, and date of birth. Make sure you use a valid and active email and phone number. You will receive important updates there. Create a username and a strong password. You will need it every time you log in. So, മുകളിൽ പറഞ്ഞ എല്ലാ സ്റ്റെപ്സും നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കൊടുത്ത മെയിൽ ഐ ഡിയിലേക്ക് ഒരു ഇമെയിൽ വെരിഫിക്കേഷൻ വരും. സോ നിങ്ങൾ വെരിഫൈ ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും അല്ലെങ്കിൽ യൂസർ നെയിമും പാസ്വേഡും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൽ ലോഗിൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. അവിടെ കംപ്ലീറ്റ് യുവർ പ്രൊഫൈൽ എന്നതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. നിങ്ങളുടെ നെയിം, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്. അവിടെ നിങ്ങൾക്ക് കാണാം നെയിം ഇൻ മറാത്തി ആസ് പെർ ക്വാളിഫയിങ് എക്സാം. സോ അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ദെൻ കാറ്റഗറി, നിങ്ങൾ ഏത് കാറ്റഗറിയാണ് ബിലോങ് ചെയ്യുന്നത്, അത് നിങ്ങളുടെ വാലിഡ് മെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ, നിങ്ങൾ ഏത് സിറ്റിസൺ ആണ്, ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ അത് കൊടുക്കണം. ബ്ലഡ് ഗ്രൂപ്പ്, ഓൾട്ടർനേറ്റ് നമ്പർ, ഓൾട്ടർനേറ്റ് മെയിൽ ഒക്കെ ഈ സെക്ഷനിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഇത് മാത്രമല്ല ഇനി ഒരുപാട് ഡീറ്റെയിൽസ് ഈ ഒരു സെക്ഷനിൽ കൊടുക്കാനുണ്ട്. ഇതൊരു ലോങ് പ്രോസസ് ആണ്. നിങ്ങളുടെ പ്ലേസ് ഓഫ് ബർത്ത് ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യണം. ഏത് കൺട്രി ആണ്, സ്റ്റേറ്റ് ആണ്, ഡിസ്ട്രിക്ട്, ഇതെല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യണം. സോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതിന് പേരൻസിന്റെ ഗൈഡൻസ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ദെൻ ഫാമിലി ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. മദേഴ്സ് ഫസ്റ്റ് നെയിം, മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ മദറിന്റെ നെയിമും ഫാദറിന്റെ നെയിമും നമുക്ക് അവിടെ മറാത്തിയിൽ തന്നെ കൊടുക്കണം. സോ ഫാദറിന്റെയും ഡീറ്റെയിൽസ് ഇതുപോലെ തന്നെ നമുക്ക് ഫില്ല് ചെയ്യണം. ഇവിടെ നമുക്ക് കാണാം ഒരു എമർജൻസി കോൺടാക്ട് നമ്പർ, അത് ആഡ് ചെയ്യണം. ഇൻ കേസ് നിങ്ങൾ കൊടുത്ത നമ്പർ അതിലെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പർ നമുക്ക് നിങ്ങളുടെ പാസ്വേഡ് റിട്രീവ് ചെയ്യാനോ അക്കൗണ്ട് തിരിച്ചെടുക്കാനോ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇവിടെ ഇൻകം, ഫാമിലി ഇൻകം കറക്റ്റ് ആയിട്ട് നിങ്ങൾ കൊടുക്കണം. അതിൽ നിങ്ങൾക്ക് പേരൻസിന്റെ ഒരു മേൽനോട്ടം നിങ്ങൾക്ക് ഉണ്ടാകുന്നത് നല്ലതാണ്. സോ അതിനുശേഷം ഈ സെഷനിൽ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് എന്തെങ്കിലും റിസർവേഷന് നിങ്ങൾ എലിജിബിൾ ആണോ അവിടെ കൊടുത്തിട്ട് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. സോ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ്, ആ കാറ്റഗറി നിങ്ങൾ ഉൾപ്പെടുന്നതാണെങ്കിൽ അത് കൊടുക്കണം. അവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇനി അത് ഒരു കാറ്റഗറിയിൽ നിങ്ങൾ പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോ കൊടുക്കാം. ഇൻ കേസ് നിങ്ങൾ യെസ് കൊടുക്കുകയാണെങ്കിൽ ആ കാറ്റഗറി നിങ്ങൾ ബിലോങ് ചെയ്യുന്നുള്ളതിന്റെ പ്രൂഫ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. സോ അത് നിങ്ങൾ കയ്യിൽ കരുതണം. ഇവിടെ കൊടുത്തിട്ട് കാണാം കാശ്മീരി മൈഗ്രന്റ് ആണോ, സോ ചിൽഡ്രൻ ഓർ വിഡോ ഓഫ് ആംഡ് ഫോഴ്സ് പേഴ്സണൽ, അവിടെ ചൈൽഡ് ഓഫ് ജനറൽ ഗവൺമെന്റ് ട്രാൻസ്ഫർഡ് എംപ്ലോയി. നിങ്ങൾക്ക് അവിടെ കുറെ കാറ്റഗറി അങ്ങനെ കാണാം. സ്പോർട്സ് കോട്ട, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇതിലേതെങ്കിലും നിങ്ങൾ ബിലോങ് ചെയ്യുവാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കണം. കറസ്പോണ്ടൻസ് അഡ്രസ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഒഫീഷ്യൽ അഡ്രസ്സിലായിരിക്കില്ല നിങ്ങൾ ചിലപ്പോൾ സ്റ്റേ ചെയ്യുന്നത്. സോ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പ്രോപ്പർ ആയിട്ടുള്ള അഡ്രസ് ഇവിടെ നിങ്ങൾ കൊടുക്കണം. സോ അത് തന്നെയാണ് നിങ്ങളുടെ പെർമനന്റ് അഡ്രസ് എങ്കിൽ അവിടെ താഴെ കാണുന്ന ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഇതേ അഡ്രസ് തന്നെ അവിടെയും വിസിബിൾ ആയിട്ട് വരുന്നതായിരിക്കും. സോ ഈ സ്റ്റെപ്സ് എല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം. സോ അതിനുശേഷം നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാം. സോ നമ്മളിപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് മാത്രമേ എൻ്റർ ചെയ്തിട്ടുള്ളൂ. സോ നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് പോകാം. നമ്മൾ അത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓൾറെഡി നമ്മൾ എൻ്റർ ചെയ്ത ഡാറ്റ എല്ലാം ഒരു ഫയലായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്കിവിടെ വെരിഫൈ ചെയ്യാം. കൊടുത്ത ഡാറ്റയിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമുക്ക് അത് തിരുത്താനൊക്കെ ഈ സ്റ്റെപ്പ് യൂസ് ചെയ്യാം. സോ അതിനുശേഷം നമ്മൾ പോകുന്നത് ABC ഡീറ്റെയിൽസ് എന്നതിലോട്ടാണ്. അതിനെപ്പറ്റി നമുക്ക് പറഞ്ഞു തരാം. ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കിയ ശേഷം പ്രൊസീഡ് കൊടുത്തിട്ട് നമുക്ക് ABC ID എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കാം. സോ ABC ID ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നോക്കാം വാട്ട്സ് ABC ID. സോ ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ഐഡന്റിഫിക്കേഷൻ നമ്പർ. ഇറ്റ്സ് എ യുണീക് സ്റ്റുഡന്റ് ID issued under the National Education Policy 2020 to digitally store your academic credits. So ഇതിന്റെ യൂസസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓർ ഇമ്പോർട്ടൻസ് നോക്കുവാണെങ്കിൽ മെയിൻലി ക്രെഡിറ്റ് ട്രാൻസ്ഫർ. It helps you to transfer academic credits if you change your course or university. It's a digital record
It stores all your academic achievements in one place. So it's a basic requirement for students registering with the University of Mumbai and other Indian universities as per National Education Policy 2020. So you can sign in using your Aadhaar linked mobile number. If you don't have a DigiLocker, you will be promoted to create one. Simply ഇവിടെ കാണുന്ന പോലെ ജസ്റ്റ് നിങ്ങളുടെ നമ്പറും ആധാർ ഐ ഡി ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. then ഇത് അലോ കൊടുക്കുക. സോ അത് ക്രിയേറ്റ് ചെയ്ത ശേഷം യുണീക്ക് ഐ ഡി അത് ഇവിടെ സബ്മിറ്റ് ചെയ്യുമ്പോഴേക്കും ഇവിടെ ഇങ്ങനെ ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷന്റെ പേജിൽ കാണാൻ പറ്റും. സോ അത് ചെക്ക് ചെയ്യുക. അത് മാച്ച് ആകുന്നുണ്ടെങ്കിൽ സോ നെക്സ്റ്റ് പോകുക. അതായത് കംപ്ലീറ്റ് യുവർ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് അടുത്ത സ്റ്റേജിലേക്ക് നിങ്ങൾ പോകണം. ഈ ഒരു പേജ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിക്കൽ റിക്വയർമെന്റ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള അങ്ങനെ ഇൽനെസ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. നിങ്ങൾക്ക് NCC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. NSS ക്യാമ്പ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. എ വാർഡ് ഓഫ് യൂണിവേഴ്സിറ്റി എംപ്ലോയി അങ്ങനെ ആ ഒരു കാറ്റഗറി നിങ്ങൾ ബിലോങ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ആ ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വർക്ക് പ്രൊഫഷൻസി ഉള്ള റീഡിംഗ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് അതിന് ബെറ്റർ ആയിട്ടുള്ള ലാംഗ്വേജ് ചൂസ് ചെയ്യാവുന്നതാണ്. ഇൻ കേസ് നിങ്ങളുടെ മദർ ടങ് അവിടെ കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അതർ ലാംഗ്വേജ് എന്നുള്ളിടത്ത് നിങ്ങൾക്ക് കൊടുക്കാം. നമുക്ക് മലയാളം ആണെങ്കിൽ അവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഈ പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ, സിഗ്നേച്ചർ അതെല്ലാം ഇവിടെ പറഞ്ഞിരിക്കുന്ന സൈസിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. 10 KB to 500 KB ആണ് ഒരു ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. സോ ആ ഒരു ലിമിറ്റ് നിൽക്കുന്ന സൈസുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. ഓൾറെഡി നിങ്ങൾക്ക് അവിടെ കാണാം OBC കാറ്റഗറി സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യണം. നിങ്ങൾക്ക് അത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്, അവിടെ അറ്റാച്ച് ചെയ്യേണ്ടതാണ്. ഒന്നുകൂടെ എല്ലാ സ്റ്റെപ്സും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തെന്ന് ഉറപ്പാക്കിയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഒരു റിവ്യൂ കാണാവുന്നതാണ്. ആ പ്രിവ്യൂ നിങ്ങൾക്ക് നോക്കിയ ശേഷം ആ പ്രിവ്യൂ നിങ്ങൾ നന്നായി അനലൈസ് ചെയ്യുക. എല്ലാ ഡാറ്റയും കൃത്യമായിട്ടാണ് കൊടുത്തതെന്ന് മനസ്സിലാക്കുക. ദെൻ സബ്മിറ്റ് ചെയ്യുക. സോ ഇവിടെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് കൺഫേം ആൻഡ് ലോക്ക് എന്നൊരു ഓപ്ഷൻ കാണാം. അത് നിങ്ങൾ കൺഫേം ആൻഡ് ആ ലോക്ക് കൊടുത്തിട്ടാണ് നിങ്ങൾ പ്രൊസീഡ് ചെയ്യേണ്ടത്. ക്യാൻസൽ കൊടുത്ത് നിങ്ങൾ എവിടെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ടേക്ക് തിരിച്ചു പോകും. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ശേഷം നമ്മൾ പോകേണ്ട പേജാണ് പ്രോഗ്രാംസ് സെലക്ട് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മുടെ അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ വ്യൂ ചെയ്യാം. അതുപോലെ നമുക്ക് പ്രോഗ്രാം സെലക്ട് ചെയ്യുന്ന പേജിലേക്ക് ഒന്ന് നോക്കിയിട്ട് വരാം. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതുവരെ നമുക്ക് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജസ് ഒന്നും അവരുടെ പ്രോഗ്രാംസ് അതിന്റെ സെലക്ഷൻ ഒന്നും ഓപ്പൺ ചെയ്തിട്ടില്ല. സോ ഇവിടെ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് കാണാം. സോ അങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ പ്രോഗ്രാം സെലക്ഷൻ ഒന്നും ഇവിടെ ഓപ്പൺ ചെയ്തായിട്ട് കാണിക്കുന്നില്ല. അത് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുക. സോ അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുക.